പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു നോൻപ് കാലത്ത് എന്തിലേക്കാണ് കണ്ണുറപ്പിക്കേണ്ടതെന്ന്, എവിടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഉറപ്പിച്ചു വെക്കേണ്ടതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമ്മയുടെ ഏറ്റവും നല്ല പ്രാർത്ഥന നമ്മൾ കാണും. ഇത് സ്നാപക യോഹന്നാനെ കയ്യിലെടുത്ത് നീയോ കുഞ്ഞ് അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ സഖറിയായുടെ പ്രാർത്ഥന കണക്ക് ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ് ഇവിടെ. കർത്താവേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. പലരും പറയുന്നുണ്ട് അത് ഈ ലോകത്തിലെ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന്. ഇങ്ങനെ നീ നിൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു വാക്ക് കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നുവെന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരു വാക്ക് കേട്ടിട്ടുള്ള, ആഹ്വാനം കേട്ടിട്ടുള്ള ഒരു അമ്മയാണ് പറയണത്, നീ സ്ഥാപിക്കാൻ പോകുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും രാജ്യത്ത് എൻ്റെ മക്കളിൽ ഒരാൾ നിൻ്റെ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തും ഇരിക്കാനായിട്ട് അനുഗ്രഹിക്കണേ എന്നുള്ളതാണ്. പിന്നെ സെബദീപുത്രന്മാരുടെ അമ്മ വന്നിട്ട്, ഇത്രയും പ്രായമായ മക്കളല്ലേ, ഇവർക്ക് വേണ്ടി ഒരു അമ്മ വന്ന് ഈശോയുടെ മുൻപിൽ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യണത്, വലിയ വരം ആവശ്യപ്പെടുന്നത് ആലോചിച്ച് നോക്കി. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, മുട്ടുമ്പ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോഴും എത്ര വലുതായവരായാലും അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊരു ജപമാല മാറ്റിവെക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ, അവരുടെ കുടുംബം ഒന്ന് സെറ്റാവാൻ, ശരിക്കൊരു വിവാഹം കഴിക്കാൻ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ, അത് കഴിഞ്ഞ് അവരുടെ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് അമ്മമാരുടെ കണ്ണുനീര് എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വീഴുന്നുണ്ട്. ഇവിടെ ഈ അമ്മയുടെ പ്രാർത്ഥന ഇത്തിരി സ്പെഷ്യലാവുന്നതിൻ്റെ കാരണം ഇവിടെ ഒന്നും ഈ അമ്മയുടെ പ്രാർത്ഥന നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നീ നിൻ്റെ രാജ്യത്തായിരിക്കുമ്പോൾ എൻ്റെ പുത്രന്മാരിൽ ഒരാൾ നിൻ്റെ ഇടതുവശത്തും മറ്റൊരാൾ വലതുവശത്തും ഇരിക്കാനായിട്ട് അനുഗ്രഹം നൽകണേ എന്ന പ്രാർത്ഥന. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ഞാനല്ല തീരുമാനിക്കണേ, അത് ആർക്ക് വേണ്ടിയിട്ടാണോ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്, എൻ്റെ പിതാവ് ആർക്ക് വേണ്ടിയിട്ടാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്, സജ്ജമാക്കിയിരിക്കുന്നത്, അവർക്കുള്ളതാണ്. എന്നിട്ട് പറയും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും ദാസനുമായിരിക്കണം, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ എന്നൊക്കെ കർത്താവ് തൻ്റെ പഠനങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൊടുക്കാൻ ഈ ഒരു സന്ദർഭമൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണും. ഒറ്റ നോട്ടത്തിൽ ഈ അമ്മയുടെ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ തോന്നലേ. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ്റെ ബൈബിൾ പഠനത്തിൽ കേൾക്കാനിടയായി. വലിയ സന്തോഷം തോന്നിയൊരു വ്യാഖ്യാനമാണത്. എൻ്റെ പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ ഇടതുവശത്തും മറ്റൊരാൾ വലതുവശത്തും ഇരിക്കണമെന്നുള്ളതായിരുന്നു. നിൻ്റെ രാജ്യത്തിൽ അവർ നിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്നുള്ളതായിരുന്നു ഈ അമ്മയുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവശ്യവും. ഈശോ അത് പറയുന്നുണ്ട്, അത് ഞാനല്ല തീരുമാനിക്കുന്നത്, പിതാവാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഒരമ്മമാരുടെയും പ്രാർത്ഥനകൾ ഇങ്ങനെ സ്വർഗം തള്ളിക്കളയുന്നില്ല എന്നുള്ളതിൻ്റെ വലിയ സൂചന കണക്ക് ആദ്യം തന്നെ യാക്കോബ് ശ്ലീഹ കൊല്ലപ്പെടുന്നുണ്ട്. കൊല്ലപ്പെടുന്ന ഒരാൾ കർത്താവിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കാനായിട്ട് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വിശ്വാസം, നമ്മുടെ അടക്കം അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം യഹൂദന്മാരുടെ ഒരു ഭക്ഷണ രീതി അനുസരിച്ച് ആദ്യം വരുന്നയാൾ കർത്താവിൻ്റെ ഇടതുവശത്തിരിക്കും, ഈ ആതിഥേയനായിട്ടുള്ള മനുഷ്യൻ്റെ ഇടതുവശത്തിരിക്കും. എന്നിട്ട് ഓരോരുത്തർ വരുന്നതനുസരിച്ച് ക്രമം അനുസരിച്ച് അവരിങ്ങനെ വട്ടം ചുറ്റി ഇരുന്നിരുന്ന് അവസാനം വരുന്ന ആൾ ഈ ആതിഥേയൻ്റെ വലതുവശത്തിരിക്കും. ആലോചിച്ച് നോക്കണം, യാക്കോബ് ശ്ലീഹ ആദ്യം മരിച്ചു. ശ്ലീഹന്മാരിൽ ആദ്യം കൊല്ലപ്പെടുന്നത് യാക്കോബ് ശ്ലീഹയാണ്. ആൾ കൊല്ലപ്പെട്ടിട്ട് നേരെ ചെന്ന് സ്വർഗത്തിൽ കർത്താവിൻ്റെ ഇടതുവശത്തിരിക്കുക. പിന്നെ ഓരോ ശിഷ്യന്മാരായിട്ട് കൊല്ലപ്പെടുന്നു. ശിഷ്യന്മാരിൽ അവസാനം മരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹയാണ്. ആള് ചെല്ലുമ്പോഴേക്കും ഇനിയുള്ള സ്ഥാനം കർത്താവിൻ്റെ വലതുവശത്താണ്. അല്ലെങ്കിൽ ഇടതും വലതും മാറിയാലും കുഴപ്പമില്ല. എന്തായാലും അപ്പുറത്തും ഇപ്പുറത്തും ഇവർ 2 പേരുണ്ട്. കർത്താവിൻ്റെ ഇടതും വലതുമായിട്ട്
ഇരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ സമർപ്പിച്ച ഒരു അമ്മയുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ പോലും എത്രമാത്രം കർത്താവ് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥനകളിൽ ശ്രദ്ധാലുവാണെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വർഗം ആഗ്രഹിച്ച ഈ ഈശോയുടെ തൊട്ടടുത്ത് സ്ഥാനം ആഗ്രഹിച്ച ഒരു അമ്മയുടെ പ്രാർത്ഥനയും കണ്ണീരും തള്ളിക്കളയാനായിട്ട് സ്വർഗത്തിന് പറ്റുമെന്നാണ് വിചാരിക്കണേ. അത് നിറവേറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണ് ഈ കേട്ടത്. അവരിൽ ഒരാൾ, ആദ്യം മരിച്ച ആൾ ഒരു വശത്ത് തൊട്ടടുത്ത് ചെന്നിരിക്കുന്നു, പിന്നെ മരിച്ച ഒരാൾ, അവസാനമായിട്ട് മരിക്കുന്നുള്ള ആൾ തൊട്ടടുത്ത് ചെന്നിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അപ്പുറത്തിരിക്കുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ചോദിക്കേണ്ടത് ശരിക്കുമുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചു തുടങ്ങുക. അല്ലാതെ വെറുതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, ആവശ്യങ്ങളിൽ ഈ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാതെ സ്വർഗം തന്നെ ചോദിക്കുക, വലിയ കാര്യങ്ങൾ ചോദിക്കുക, സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾ ചോദിക്കുക, മക്കൾക്ക് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകം ചോദിക്കുക, കർത്താവിൻ്റെ ദർശനം ചോദിക്കുക. അതുപോലൊരു അമ്മ നമ്മുടെ മുൻപിൽ ഇന്ന് വലിയൊരു മാതൃകയുമായിട്ട് നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ആവശ്യപ്പെടലുകളുമായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. തമ്പുരാനെ, അങ്ങയെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിത് അങ്ങയുടെ സന്നിധിയിലായിരിക്കും. ഈ അമ്മയുടെ പ്രാർത്ഥന കണക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ ആവശ്യപ്പെട്ട്, സ്വർഗീയ കൃപകളും അഭിഷേകവും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിതാ അങ്ങേ തിരുമുൻപിൽ മുട്ടുകൾ മടക്കുന്നു. കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തന്നോട് ചോദിക്കുന്നവർക്ക് എൻ്റെ പിതാവ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നുള്ള കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചോദിക്കേണ്ടത് എന്താണെന്ന്, അത് ഏറ്റവും വലുത് തന്നെയാണെന്ന്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും അഭിഷേകത്തിനും ദർശനത്തിനും വേണ്ടി ചോദിക്കേണ്ടവർ ഈ ലോകത്തിൻ്റെ ചില സുഖങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കുറച്ചുകൂടിയൊക്കെ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താനും മനസ്സ് തിരിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തൽ. തമ്പുരാനെ, അതിന് ഞങ്ങളെയും ഒരുക്കണമേ. ഈ ലോകത്തിൽ കുരുങ്ങിപ്പോകാതെ സ്വർഗത്തിലേക്കായിരിക്കട്ടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും. ആമീൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ.